Hello my dear students, welcome to Learner's World. In this video, I talk about Module 4 Speaking Skills Part 8. Academic Frame 1 Discussion Skills, Opening or Presenting or Summarizing. Opening or Presenting or Summarizing. Discussions or debates are an important part of the academic communication. അതായത് നമ്മുടെ അക്കാദമിക് കമ്മ്യൂണിക്കേഷനിൽ ഡിസ്കഷൻസും ഡിബേറ്റ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. പാർട്ടിസിപ്പൻസ് ആർ എക്സ്പെക്റ്റഡ് ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻസ്, ജസ്റ്റിഫൈ ദെയർ സ്റ്റാൻഡ് പോയിൻറ്റ്സ്, വോയിസ് ദെയർ എഗ്രിമെൻറ്റ്സ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്സ് വിത്ത് അതേഴ്സ് ഇൻ എ പൊളൈറ്റ് വേ ആൻഡ് സമ്മറൈസ് ദ മെയിൻ പോയിൻറ്റ്സ് ബിഫോർ കൺക്ലൂഡിങ് എ പ്രസൻറ്റേഷൻ. അതായത് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും ഡിസ്കഷൻസ് നടക്കുമ്പോഴും ഡിബേറ്റ്സ് നടക്കുമ്പോഴൊക്കെ. അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് എഗ്രി ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് നമ്മളുടെ ഡിസഗ്രി നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും. ഇതൊക്കെ ഒരു പൊളൈറ്റായിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് മെയിൻ പോയിൻറ്റ്സൊക്കെ നമ്മളൊന്ന് സമ്മറൈസൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ പറയാം, പൊളൈറ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. എ ഗുഡ് നോളജ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ് വിൽ ഹെൽപ്പ് ദ സ്റ്റുഡൻസ് എ ലോട്ട് ഇൻ ദെയർ അക്കാദമിക് സക്സസ് ആൻഡ് ഫൈൻഡിങ് എ കരിയർ. അപ്പോൾ ഡിസ്കഷൻസും ഡിബാറ്റ്സിലൊക്കെ ഉള്ള ആ ഒരു നോളജ് നമ്മുടെ അക്കാദമിക് കരിയറിനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. GD, group discussion and DS debate sessions have become an important component of screening candidates for highly paid jobs. അതായത് നമ്മൾ ജോബിൻ്റെ സമയത്തും ഇങ്ങനെയുള്ള നമ്മളെ സെലക്ട് ചെയ്യാൻ ഇങ്ങനെയുള്ള ഡിബാറ്റുകളും ഗ്രൂപ്പ് ഡിസ്കഷൻസൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളെ ഈ ഒരു പാർട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓപ്പണിംഗ് ഓർ പ്രസൻറ്റിംഗ് ഓർ സമ്മറൈസിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ അക്കാദമിക് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഡിസ്കഷൻസും ഡിബാറ്റ്സും ഒക്കെ നടത്തേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻസിലും ഡിബാറ്റ്സിലും ഒക്കെ നമുക്ക് മേ ബി ചില കാര്യങ്ങൾ എഗ്രി ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ ഡിസഗ്രി ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മളുടെ ഒപ്പീനിയൻസ് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെ പൊളൈറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയും എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പ്രീ ലേണിംഗ് ടാസ്ക്, ബ്രെയിൻ സ്റ്റോം പോസിബിൾ ആൻസേഴ്സ് ഫോർ ദ ഫോളോയിങ്. അതായത് താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതാമെന്നാണ് പറയുന്നത്. ആസ്ക് സംവൺ ഫോർ ദെയർ ഒപ്പീനിയൻ. അതായത് നമ്മൾ ഒരാളോട് ഒപ്പീനിയൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരാളോട് ഒപ്പീനിയൻ ചോദിക്കുക? വാട്ട് ഡു യു തിങ്ക്? ഇങ്ങനെ ചോദിക്കാം അല്ലേ? വാട്ട് ഡു യു തിങ്ക്, നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കാം. മേ ഐ നോ യുവർ ഒപ്പീനിയൻ, എനിക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ അറിയേണ്ടതുണ്ട്. ഡു യു ലൈക്ക്, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? ഹാവ് യു എനി സജഷൻസ് ഓൺ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരാളോട് എങ്ങനെ ഒപ്പീനിയൻ ചോദിക്കാം എന്നുള്ള രീതിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഗിവ് ആൻ ഒപ്പീനിയൻ. ഇനി നമ്മളോട് ഒരാൾ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞു, അപ്പോൾ നമുക്ക് ആ ഒപ്പീനിയൻ നൽകണം. അതെങ്ങനെ നൽകും, നമ്മളുടെ അഭിപ്രായം നമ്മൾ എങ്ങനെ നൽകും എന്നുള്ളതാണ് ഇനി താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ നൽകാം. ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നൽകാം. ഇഫ് യു ആസ്ക് മീ ഐ വുഡ് എന്ന് പറഞ്ഞിട്ട് നൽകാം. മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഒപ്പീനിയൻ പറയാം. യു ഹാവ് മെയ്ഡ് എ റൈറ്റ് ഓർ റോങ് ചോയ്സ്, അങ്ങനെയും പറയാം. ഇഫ് ഐ വേർ യു, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒപ്പീനിയൻസ് നൽകാൻ കഴിയും എന്നാണ് പറയുന്നത്. ദെൻ ബ്രിങ് സംവൺ ഇൻ ടു ദ ഡിസ്കഷൻ ടു കമൻറ്റ് ഓൺ സംതിങ്. അതുപോലെ നമ്മളൊരു ഡിസ്കഷൻസ് നടക്കുകയാണ്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരാളെ ആ ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുവരണം, ആ ഒരാളുടെ കമൻറ്റ് ആ ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ താഴെ പറയുന്ന രീതികളിലൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ ഒരാളുടെ റെസ്പോൺസ് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എങ്ങനെ പറയാം? ദിസ് ഈസ് വാട്ട് ഐ തിങ്ക്, വാട്ട് അബൌട്ട് യു മീര? എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ ചിന്തിക്കുന്നത് ഈ കാര്യങ്ങളാണ്. വാട്ട് അബൌട്ട് യു മീര, നിനക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് പറയാം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ. അപ്പോൾ മീരയുടെ ഒപ്പീനിയന് ആ ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് വരുന്നതാണ്. ദെൻ shall we know that Meera thinks of it
ഇങ്ങനെയും പറയാം. അതായത് മീര എന്താണ് ഇതിനെക്കുറിച്ചിട്ട് മീരയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കറിയണ്ടേ എന്നുള്ളത് ഒരു ചോദിക്കാം. അപ്പോൾ മീരയുടെ റെസ്പോൺസ് നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ കിട്ടുന്നതാണ്. ഡസ് മീര ഹാവ് എ ഡിഫറെൻറ്റ് വ്യൂ? പിന്നീട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഡസ് മീര ഹാവ് എ ഡിഫറെൻറ്റ് വ്യൂ? അതായത് മീരയ്ക്ക് ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ മീരയുടെ ആ ഒരു ഒപ്പീനിയൻ വരുന്നതാണ്. ഡു യു എഗ്രി വിത്ത് അസ് മീര ഓർ ഡു യു ഹാവ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ? നീ ഞങ്ങളുടെ ആ ഒരു ഒപ്പീനിയനുമായിട്ട് നീ എഗ്രി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആണോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മീരയുടെ ആ ഒരു ഒപ്പീനിയൻ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. വി ഷോൾ ബി ഗ്ലാഡ് ടു നോ വാട്ട് മീര തിങ്സ് ഓഫ് ദിസ്. ഇങ്ങനെയും പറയാം. അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് മീരയുടെ ആ ഒപ്പീനിയൻ, മീര എന്താണ് ഇതിനെക്കുറിച്ചിട്ട് മീരയ്ക്ക് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടും നമുക്ക് മീരയുടെ റെസ്പോൺസ് ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്, ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരാളുടെ ഒപ്പീനിയൻ നമ്മൾ കൊണ്ടുവരുന്നത്. ദെൻ ബിഗിൻ ടു സമ്മറൈസ് വാട്ട് ഹാസ് ബീൻ സെയ്ഡ്. അതുപോലെ നമ്മൾ ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ സമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്ന് സമ്മറൈസ് ചെയ്യുമല്ലോ. നമ്മൾ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിയുമ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുമല്ലോ, അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ടു സമ്മപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് സമ്മറൈസ് ചെയ്യാം. ടു സമ്മറൈസ് ദ ഓൾ തിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഇൻ ഷോർട്ട് വി ക്യാൻ സേ എന്ന് പറഞ്ഞിട്ട്, ഇൻ കൺക്ലൂഷൻ വി ക്യാൻ സേ, ടു കൺക്ലൂഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്കത് സമ്മറൈസ് ചെയ്യാം. ദെൻ പ്രസൻറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. Look at the focal expressions used while participating in group discussion or debate session and learn their functional differences. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുറച്ച് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് ഡിസ്കഷനിലും അതുപോലെ ഡിബേറ്റ് സെഷനിലൊക്കെ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അത് റീഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്ന രീതികൾ എങ്ങനെയാണ്, ഏതൊക്കെ യൂസ്ഫുൾ എക്സ്പ്രഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു ഡിബേറ്റ് സെഷൻ നടക്കുമ്പോൾ ഏതൊക്കെ യൂസ്ഫുൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും ഒക്കെ പറയുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ആ ഒരു നമ്മളുടെ പ്രസൻറ്റേഷൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അത് റീഡ് ചെയ്തിട്ട് നിങ്ങളത് ലേൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഫങ്ഷണൽ ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കുക. ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്, അതുപോലെ ഡിബേറ്റ് സെഷനിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ഫങ്ഷണൽ ഡിഫറൻസസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ആസ്കിങ് ഫോർ ആൻ ഒപ്പീനിയൻ, അതായത് ഒരാളോട് നമുക്ക് ഒരു ഒപ്പീനിയൻ ചോദിക്കുക എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സ്റ്റാർട്ടിങ് ദ ക്ലാസ് അറ്റ് 9 AM? അപ്പം നമുക്ക് ഒരാളോട് ക്ലാസ് 9 AM തുടങ്ങുന്നത് നിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സ്റ്റാർട്ടിങ് ദ ക്ലാസ് അറ്റ് 9 AM എന്ന് ചോദിക്കാം. അതുപോലെ വാട്ട്സ് യുവർ പൊസിഷൻ ഓൺ ലെറ്റിംഗ് ദ സ്റ്റുഡൻസ് യൂസ് മൊബൈൽ ഫോൺ ഇൻ ക്ലാസ് റൂംസ്? അതുപോലെ മൊബൈൽ ഫോൺസ് ക്ലാസ് റൂമിൽ അനുവദിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനോട്, സ്റ്റുഡൻസ് അനുവദിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനോട് നിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് വാട്ട്സ് യുവർ പൊസിഷൻ ഓൺ ലെറ്റിംഗ് ദ സ്റ്റുഡൻസ് യൂസ് മൊബൈൽ ഫോൺസ് ഇൻ ക്ലാസ് റൂം എന്ന് ചോദിക്കാം. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ആസ്കിങ് ദ ടീച്ചർ ടു റിവൈസ് ദ സെക്കൻഡ് ചാപ്റ്റർ? അതുപോലെ നമ്മളുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, അതായത് ടീച്ചർ സെക്കൻഡ് ചാപ്റ്റർ ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നതിനോട് നിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ആസ്കിങ് ദ ടീച്ചർ ടു റിവൈസ് ദ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് റീഡ് ചെയ്യുക, എന്നിട്ട് ഇത് ലേൺ ചെയ്യുക. അതായത് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ഒപ്പീനിയൻ ചോദിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ദെൻ ആസ്കിങ് ഫോർ റിയാക്ഷൻ, അതായത് ഒരു റിയാക്ഷൻ നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ്. കുഡ് ഐ ആസ്ക് ഫോർ യുവർ റിയാക്ഷൻ ടു സസ്പെൻഡിങ് സ്റ്റുഡൻസ് ഹു ഡോണ്ട് കം ടു പ്രോപ്പർ യൂണിഫോം? അതായത്
നിൻ്റെ റിയാക്ഷൻ എനിക്ക് അറിയേണ്ടതുണ്ട്. അതായത് പ്രോപ്പർ യൂണിഫോമിൽ വരാത്ത സ്റ്റുഡൻസിനെ സസ്പെൻഡ് ചെയ്യുന്നതിനോട് നിൻ്റെ റിയാക്ഷൻ എനിക്ക് അറിയേണ്ടതുണ്ട് എന്നുള്ളത് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ ഗിവിങ് സ്ട്രോങ് ഒപ്പീനിയൻ, അതായത് നമുക്കൊരു കാര്യത്തിനോട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്, അതെങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഐ ഫേംലി ബിലീവ് ദാറ്റ് ദ ടീച്ചേഴ്സ് ഹാവ് ടു അബൈഡ് ദ റൂൾസ്. ഐ ഫേംലി ബിലീവ് ദാറ്റ് ദ ടീച്ചേഴ്സ് ഹാവ് ടു അബൈഡ് ദ റൂൾസ്. അതായത് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് റൂൾസൊക്കെ അനുസരിക്കണം എന്നുള്ളതാണ്. അതുപോലെ നമ്മളൊരു സ്ട്രോങ് ഒപ്പീനിയൻ പറയുന്നത് ഐ എം അബ്സല്യൂട്ട്ലി കൺവിൻസ്ഡ് ദാറ്റ് ദിസ് വ്യൂ ക്യാൻ ബി റെഫ്യൂട്ടഡ് എന്ന് പറയാം. അതുപോലെ ഇറ്റ്സ് മൈ ബിലീഫ് ദാറ്റ് യു നീഡ് ടു ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു സ്ട്രോങ് ഒപ്പീനിയൻ ആയിട്ട് പറയാൻ കഴിയും. ദെൻ ഗിവിങ് ന്യൂട്രൽ ഒപ്പീനിയൻ. ന്യൂട്രൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷപാതമില്ലാത്ത, അതായത് എവിടേക്കും ഒരു ചായ്വില്ല, നമ്മളൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല, അതുപോലെ നമ്മൾ ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത്, ഒരു പക്ഷപാതമില്ലാതെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ, ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെ നമ്മുടെ ഒപ്പീനിയൻ പറയാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇൻ മൈ ഒപ്പീനിയൻ യു ആർ നോട്ട് എക്സംപ്റ്റഡ് ഫ്രം ഫീസ്. ഓക്കെ, അങ്ങനെ പറയാം. അതായത് എൻ്റെ അഭിപ്രായത്തിൽ നിന്നെ ഫീസിൽ നിന്ന് ഒഴിവാക്കേണ്ടതില്ല എന്നുള്ളതാണ്, അങ്ങനെയൊക്കെ പറയാം. അതുപോലെ ഇറ്റ്സ് മൈ ഒപ്പീനിയൻ ദാറ്റ് യു വിൽ ബി കോട്ട് സൂൺ ഫോർ ദാറ്റ് ലൈ. എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നീ ആ ഒരു നുണ പറഞ്ഞതിന് നീ എന്തായാലും പിടിക്കപ്പെടും. അങ്ങനെ നമുക്ക് ന്യൂട്രലായിട്ട് ഒപ്പീനിയൻ നൽകാം. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ യു നീഡ് നോട്ട് വെയിറ്റ് ഫോർ ഹെർ 1 more year. അതായത് നീ ഇങ്ങനെ 1 more yearൽ നീ എന്താണ് അവളെങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ന്യൂട്രലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാം. ദെൻ ഗിവിങ് ടെൻറ്റേറ്റീവ് ഒപ്പീനിയൻസ്. ടെൻറ്റേറ്റീവ് ഒപ്പീനിയൻ മീൻസ് സ്ഥിരമല്ലാതെ താൽക്കാലികമായിട്ട് എങ്ങനെ നമുക്ക് ഒപ്പീനിയൻ പറയാം, സ്ഥിരമല്ല ആ ഒരു ഒപ്പീനിയൻ. അത് നമുക്ക് പറയുന്ന രീതികളാണ്. ഇറ്റ് സീംസ് ടു മീ ദാറ്റ് യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് വിത്തിൻ 2 hours. അങ്ങനെ പറയാം. അതുപോലെ ഐ വുഡ് സേ ദാറ്റ് യുവർ ഹാബിറ്റ് ഓഫ് ബാക്ക് ബൈറ്റിംഗ് ഹാസ് ടു ബി സ്റ്റോപ്പ്ഡ്. ഓക്കെ, അതായത് നീ ഏഷ്യന് പറയുന്നത് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ടെൻറ്റേറ്റീവ് ഒപ്പീനിയനായിട്ട് പറയാം. ദെൻ ബ്രിങ്ങിങ് ഇൻ അതേഴ്സ് ടു ആൻസർ എ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഒരു ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ വേറൊരാളെ ആൻസർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യന് വേറൊരാൾ ആൻസർ പറയണം. അപ്പോൾ അയാൾ ആ ഒരു ആൻസറിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെ എക്സ്പ്രഷൻസാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഐ ഹാഡ് ലൈക്ക് ടു ആസ്ക് മൈ കൊളീഗ് മിസ് ദീപ ടു ഗിവ് ഹെർ വ്യൂസ് ഓൺ ദാറ്റ് മാറ്റർ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, അതായത് എൻ്റെ കൊളീഗായിട്ടുള്ള മിസ് ദീപയെ നമുക്ക് അവളുടെ വ്യൂ പോയിൻ്റ് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ദീപയുടെ ആൻസർ നമുക്ക് ഈ ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാം. അതുപോലെ ഇഫ് ഐ മേ ഐ ഹാഡ് ലൈക്ക് ടു ആസ്ക് മൈ കോളീഗ് മിസ്റ്റർ അരുൺ ടു റിപ്ലൈ ടു ദാറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് അരുണിൻ്റെ റിപ്ലൈ നമുക്ക് ഈ ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാം. അതുപോലെ ഐ തിങ്ക് മിസ്റ്റർ അഹമ്മദ് ഈസ് മോർ ക്വാളിഫൈഡ് ദാൻ ഐ ആം ടു ഡീൽ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. അതുപോലെ നമുക്ക് പറയാം അഹമ്മദ് എന്നെക്കാളും ക്വാളിഫൈഡ് ആണ് ഈ ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എന്നെക്കാളും ക്വാളിഫൈഡ് ആണ് അഹമ്മദ് എന്നുള്ളത് നമുക്ക് പറയാം. അങ്ങനെയൊക്കെ നമുക്ക് വേറൊരാളുടെ ആൻസർ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, ദെൻ ബ്രിങ്ങിങ് ഇൻ അതേഴ്സ് ടു പ്രസൻറ്റ് എ പോയിൻറ്റ്. അതുപോലെ നമ്മളൊരു ഡിസ്കഷൻ നടക്കുമ്പോൾ അതിലോട്ട് ഒരാളുടെ പോയിൻ്റ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ അയാളെ നമുക്ക് കൊണ്ടുവരണം ആ ഒരു ഡിസ്കഷനിലേക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. അലോ മീ ടു ഗിവ് ദ ഫ്ലോർ ടു മിസ്റ്റർ ജോൺ. അതായത് എന്നെ മിസ്റ്റർ ജോണിന് ഈ ഒരു ഫ്ലോർ മിസ്റ്റർ ജോണിന് നൽകാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ ജോണിൻ്റെ പ്രസൻറ്റേഷൻ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ് മാലിനി ടു പ്രസൻറ്റ് ഹെർ വ്യൂസ് ഓൺ ദി ഇഷ്യൂ. അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മിസ് മാലിനിയെ അവളുടെ വ്യൂസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ ഐ ലൈക്ക് ടു കാൾ ഓൺ മിസ് സാഹിറ ടു ഷെയർ ഹെർ ഒപ്പീനിയൻ ഓൺ റീസെൻറ്റ് റാഗിങ് കേസ്. അതായത് സാഹിറയെ അവളുടെ ഒപ്പീനിയൻ പറയാൻ
റാഗിങ് കേസിനെ കുറിച്ചിട്ടുള്ള അവളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, അവളെ ഇവിടേക്ക് വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരാളുടെ പോയിൻ്റ് പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് അയാളെ കൊണ്ടുവരുന്ന രീതികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ സമ്മറൈസിങ്, എങ്ങനെ നമുക്ക് പിന്നീട് സമ്മറൈസ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. വെൽ, ഇഫ് ഐ കുഡ് ജസ്റ്റ് സം അപ്പ് ദ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ദ വോൾ സെഷൻസ് ഹാസ് ബീൻ റിയലി ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. അതുപോലെ ബ്രീഫ്ലി ദ മെയിൻ പോയിൻറ്റ്സ് ടു ബി റിമെമ്പേർഡ് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. അതായത് നമ്മൾ ഓർമ്മിക്കേണ്ട ബ്രീഫ്ലി ചുരുക്കത്തിൽ നമുക്ക് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഓർമ്മിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കത് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല യൂസ്ഫുള്ളാണ്, നിങ്ങൾ ഇത് ലേൺ ചെയ്യാണ് വേണ്ടത്, അല്ലാതെ ഇതിൽ ആക്ടിവിറ്റി ചെയ്യാനില്ല. ഇത് നിങ്ങൾ പഠിക്കുക വേണം, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ ഒപ്പീനിയൻ ചോദിക്കാം, എങ്ങനെ ഒപ്പീനിയൻ പറയാം എന്നുള്ള കാര്യങ്ങളിലുള്ള യൂസ്ഫുൾ എക്സ്പ്രഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ലേൺ ചെയ്യാം. ഓക്കെ, ദെൻ പോസ്റ്റ് ലേണിംഗ് ടാസ്ക്, പിന്നെ ഒരു പോസ്റ്റ് ലേണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. സം ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻസ് യൂസ് ടു വോയിസ് യുവർ ഒപ്പീനിയൻസ് ഇൻ ഫോർമൽ ഡിസ്കഷൻസ് ആർ ഗിവൺ ബിലോ. ദ ടോപ്പിക്സ് കുഡ് ബി സ്മോക്കിംഗ്, ദ ഇൻ്റർനെറ്റ്, പോളിറ്റിക്സ്, ലവ്, മാരേജ്, എക്സ്ട്രാ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ ഇവിടെ വിട്ടു പോയിട്ടുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒപ്പീനിയനാണ് പറയേണ്ടത്. അതായത് നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഒപ്പീനിയന് ആ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മേ ബി സ്മോക്കിംഗ് ആവാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആവാം, പൊളിറ്റിക്സ് ആവാം, ലവ് ആകാം, മാരേജ് ആകാം. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്ട് ഡു യു ഡാഷ് ഓഫ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതുപോലെ വാട്ട് ഇസ് യുവർ ഡാഷ് ഓൺ എന്ന് പറയുന്നുണ്ട്. തേർഡ് വൺ വാട്ട് ഡു യു ഡാഷ് എബൌട്ട് എന്ന് പറയുന്നുണ്ട്. ഫോർത്ത് വൺ വേർ ഡാഷ് യു ഡാഷ് എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ ഐ ആം അബ്സല്യൂട്ട്ലി ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുള്ളത്. ദെൻ ആൻസർ, വാട്ട് ഡു യു തിങ്ക് ഓഫ് മാരേജ്, വാട്ട് ഡു യു തിങ്ക് ഓഫ് മാരേജ്, അതായത് മാരേജിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്. അതുപോലെ വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ലവ്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ലവ്, ലവിനെ കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണ്. അതുപോലെ വാട്ട് ഡു യു തിങ്ക് എബൌട്ട് പൊളിറ്റിക്സ്, വാട്ട് ഡു യു തിങ്ക് എബൌട്ട് പൊളിറ്റിക്സ്. ഓക്കെ, ദെൻ where do you stand on this issue, where do you stand on this issue, അതായത് ഈ ഒരു ഇഷ്യൂവിൽ നീ എവിടെയാണ് നിൽക്കുന്നത്, നിൻ്റെ വ്യൂ പോയിൻ്റ് എന്താണ് എന്നുള്ളതാണ് where do you stand on this issue. Then fifth one is I'm absolutely certain that the smoking is dangerous to health, I'm absolutely certain that the smoking is dangerous to health. ഓക്കെ, അപ്പോൾ ഈ പാട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.